എനിക്ക് വേറെ ആരും എനിക്ക് പറയാൻ എൻ്റെ ജീവിതമാർക്കെ പറഞ്ഞത് ഞാൻ പലപ്പോഴും ഒരു ഗുണ്ടകളൊക്കെ വിട്ട് എന്നെ ശല്യപ്പെടുത്താറുണ്ട്. മാറണം. അവർ പൊളിക്കാൻ എന്താണ് കാരണം? നിങ്ങളോട് മാറാൻ പറഞ്ഞിരുന്നു? മാറാൻ പറഞ്ഞാൽ പലപ്പോഴും ഞാൻ മാറാൻ പറഞ്ഞത് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ പറയും എൻ്റെ ഉപജീവന മാർഗ്ഗം ഇത്. വേറെ മാർഗ്ഗമൊന്നുമില്ല എനിക്ക് ജീവിക്കാൻ. സ്വന്തം സ്ഥലമല്ലേ? സ്വന്തം സ്ഥലമാണ്. പണിയുന്നിടം വരെ താൽക്കാലികമായി ഇന്ന് തന്നെ അവർ ഷെഡ് വെച്ച് ചേട്ടന് കൊടുക്കും. അവിടുത്തെ കറണ്ട് സംവിധാനം എല്ലാം അവർ ഹരിപ്പാട്ടെ വിഷയത്തിൽ എന്താണ് തീരുമാനം? ചർച്ച കഴിഞ്ഞു. പ്രതികരണം. പണിയുന്നിടം വരെ താൽക്കാലികമായി ഇന്ന് തന്നെ അവർ ഷെഡ് വെച്ച് ചേട്ടന് കൊടുക്കും. അവിടുത്തെ കറണ്ട് സംവിധാനം എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അവർ അത് ലീഗലായ എഗ്രിമെന്റ് എഴുതും. ഒരു കോമ്പൻസേഷൻ തുക നിശ്ചയിച്ചിട്ടുണ്ട്. ആ കോമ്പൻസേഷൻ തുകയ്ക്ക് പകരമായി കെട്ടിടം വെച്ച് തരും, ചേട്ടന്റെ സ്ഥലത്ത് തന്നെ വെച്ച് തരുമെന്നുള്ളത് എഗ്രിമെന്റ് ആക്കി അവർ രജിസ്റ്റർ ചെയ്ത ആ എഗ്രിമെന്റ് തരും. ഇന്ന് തന്നെ ടെമ്പററി വെക്കും. അതിന് സ്വാഭാവികമായിട്ട് മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് പെർമിഷൻ ഒക്കെ എടുക്കണമല്ലോ, സാങ്കേതികമായ കാര്യങ്ങളൊക്കെ. ഇന്ന് തന്നെ അത് എഗ്രിമെന്റ് ആക്കും. ടെമ്പററി ഷെഡും ഇന്ന് തന്നെ വെക്കും. അദ്ദേഹത്തിന് നാളെ തൊട്ട് അവിടെ കടയിൽ വ്യാപാരം നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് തന്നെ താൽക്കാലിക കട അവിടെ നിർമ്മിച്ച് അതിന്റെ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ അവിടെ പുതിയ കട സ്ഥാപിക്കുന്ന കാര്യത്തിലുള്ള കാര്യങ്ങൾ ശ്രീവത്സം ഗ്രൂപ്പ് ചെയ്യുമെന്ന് ഉറപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമുണ്ട്, കൗൺസിലർമാരുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ്, SHOയുടെ സാന്നിധ്യത്തിലാണ് ആ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൽ യാതൊരു തരത്തിലും ശ്രീവത്സം ഗ്രൂപ്പുമായി ഡയറക്റ്റ് ആണ് നമ്മൾ ചർച്ച നടത്തിയത്. യാതൊരു തരത്തിൽ ഇടനിലക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പലതരത്തിൽ അവരുടെ കാര്യസ്ഥരെന്ന് എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ആളുകൾ ഇവിടെ വിലസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു തരത്തിലും ഇനി മറ്റുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും ഇല്ല. ഗ്രൂപ്പുമായി ഡയറക്റ്റ് ആണ് ചർച്ച നടത്തിയിട്ടുള്ളത്. ആ ചർച്ചയിൽ തൃപ്തികരമാണ് നിലവിൽ. ഈ കൊച്ചു ഷോയിലെ ഓരോ രംഗവും അത്രയേറെ. പിന്നെ അവര് തെറ്റ് സമ്മതിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ വെച്ച ഉപാധികളെല്ലാം തന്നെ അവര് പുറത്തു നിന്ന് അതിന്റെ മാനേജർ, അവരുടെ ബന്ധു തന്നെ, കസിൻ തന്നെയാണ് ഓണറുടെ. അദ്ദേഹം പുറത്തു പോയി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ വെച്ച അദ്ദേഹത്തോട് ചെയ്തത് തെറ്റാണെന്ന് തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ നിലവിൽ ഈ വ്യവസ്ഥകളെല്ലാം അത് നിയമസാധുതയോടുകൂടി എല്ലാ നിയമ പഴുതുകളും വെച്ചുകൊണ്ടുള്ള വക്കീലന്മാർ തന്നെ തയ്യാറാക്കിയ ഡോക്യുമെന്റോടാണ് എഗ്രിമെന്റ് ഇപ്പോൾ വെക്കാൻ പോകുന്നത്, അവനും ഈ ഓണറും തമ്മിലുള്ളത്. പിന്നെ 2 കേസുകൾ അത് തുടർന്ന് കൊണ്ടുപോകും. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. നമ്മുടെ ഇപ്പം അമൃത് പദ്ധതിയിൽ വെച്ചിട്ടുള്ള പദ്ധതി തകർത്തതിനുള്ള ഹാൻഡ് റെയിൽ ഉൾപ്പെടെ തകർത്തതിനുള്ള കേസും പിന്നെ അത് PDPP ആക്ട് അനുസരിച്ച് തന്നെ അതിന്റെ നടപടികളായിട്ട് പോലീസ് മുന്നോട്ട് പോകണമെന്നുള്ള അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ അശോകൻ കൊടുത്തിട്ടുള്ള കേസിലും തൽക്കാലം അത് അദ്ദേഹത്തിന് എതിരെയുള്ള നടത്തിയ അതിക്രമത്തിനെതിരെ അദ്ദേഹം കൊടുത്തുള്ള പരാതി മുന്നോട്ട് കൊണ്ടുപോകും. അതിനകത്തും വിട്ടുവീഴ്ചയൊന്നുമില്ല. ഉറപ്പ് ഞങ്ങൾ അതുവരെ ഉണ്ട്. ഇപ്പൊ ഇത് ചെയ്യുന്നത് ഇന്നിപ്പോ